വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ പോയത് വേറെ ഒന്നുമല്ല, മിറക്കിൾ ഗാർഡനിലാണ് ആദ്യം പോയത്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഫാമിലി എൻട്രി ഫ്രീ ആയിരുന്നു. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് പോലത്തെ ഒരു ഹാറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിറക്കിൾ ഗാർഡനിൽ പോകുമ്പോൾ ഈ ഹാറ്റ് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ശരിക്കും ഫോട്ടോസ് എടുത്തു. ആകെ വിഷമം കപ്പിൾ ഫോട്ടോസ് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ, എടുത്തു തരാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. അതിനകത്ത് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് ഞങ്ങൾ എടുത്തൊരു കോപ്പി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഇവിടെ പോയാൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോറടിച്ചു. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ നടന്നു. നല്ല ചൂടും നല്ല ഇതും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല ടയേർഡായി. ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല. അതിനകത്ത് ഇരിക്കാനും ഐസ്ക്രീം കുടിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്ക് വെള്ളം മതിയായിരുന്നു. ഞാൻ വെള്ളം കുടിച്ചു. അടുത്തത് എവിടെ പോകാമെന്നൊക്കെ അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത 2 ദിവസം നമുക്ക് എവിടെയെല്ലാം പ്ലാൻ ചെയ്യാമെന്നൊക്കെ കുറേ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് എനിക്കുണ്ടായ മാറ്റം. ശരിക്കും പണ്ട് ഏതൊരു ട്രിപ്പ് പോകുമ്പോഴും ഞാൻ നന്നായിട്ട് A to Z കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കുട്ടികളെ പോലെ എല്ലാം ജുനുവാണ് ചെയ്യുന്നത്. അത് എനിക്ക് മടിയായിട്ടൊന്നുമല്ല കേട്ടോ. പുള്ളി എന്നെ എല്ലാ കാര്യവും ഒന്നും അറിയിക്കാതെ എല്ലാം ചെയ്യും, എല്ലാ സർപ്രൈസ് തരും. അങ്ങനെയായിരുന്നു. ശരിക്കും ഒരു കുട്ടികളെ പോലെ കൂടെ ചെന്നിരിക്കത്തേ ഉള്ളൂ. എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തത്. ഒരു കുട്ടിയെ പോലെയാണ് ജുനു എന്നെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോവാണ്. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമല്ല, ദുബായ് കാണാൻ പോയതോടെ തന്നെ കേട്ടിട്ടുള്ള ദുബായ് ട്രാഫിക്കും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാം. ബൈ.